Good morning, student. So, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെക്ഷന്റെ പേരാണ് ആൾജിബ്രായിക്കൽ ലിമിറ്റ്. പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇതിനകത്ത് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഒരു റിസൾട്ടും ആ റിസൾട്ട് ഉപയോഗിച്ച് ഒരു 2-3-4 എക്സാമ്പിളും അത്ര മാത്രമേ നമ്മൾ ഇതിൽ ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമുക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാം. റിസൾട്ട് ലിമിറ്റ് x raised to a x raised to n minus a raised to n divided by x minus a is equal to n a raised to n minus 1. ഇതാണ് നമ്മുടെ റിസൾട്ട്. എന്താണ് റിസൾട്ട്? ലിമിറ്റ് x tends to a, x a-ലോട്ട് അടുക്കുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താണ്? x raised to n minus a raised to n divided by x minus a is equal to n a raised to n minus 1. ഇത് നമ്മൾ കാണാതെ പഠിക്കണം. n a raised to n minus 1 എന്താണ്? ലിമിറ്റ് x tends to a x raised to n minus a raised to n divided by x minus a is equal to n a raised to n minus 1. മാക്സിമം പറ്റുകയാണെങ്കിൽ ഇതൊരു 10 തവണയൊക്കെ എഴുതി കാണാതെ പഠിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ക്വസ്റ്റ്യൻ 1 ആയിട്ട് നമുക്ക് ചെയ്യാം. 1. ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 2 x square minus 4 divided by x minus 2. ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ലിമിറ്റ് x tends to 2 x square മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? 4 എന്ന് പറഞ്ഞാൽ 2 into 2 അഥവാ 2 സ്ക്വയർ ആണ് എന്ത് നമ്മുടെ 4. അപ്പോൾ നമുക്ക് 4നെ എന്തായിട്ട് എഴുതാം? നമുക്ക് 2 സ്ക്വയർ ആയിട്ട് എഴുതാം. 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ x മൈനസ് 2. അപ്പോൾ ഇവിടെ n എന്താണ്? x raised to n മൈനസ് a raised to n-ലെ n എന്താണ് ഇവിടെ? 2 ആണ്. a എന്താണ് ഇവിടെ? x tends to a raised to n എന്നുള്ളതിൽ a എന്താണ്? ഇവിടെ aയും 2 ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുക. റിസൾട്ട് ഇവിടെ ബ്രാക്കറ്റിൽ എഴുതാൻ കേട്ടോ. ശേഷം റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നമുക്ക്? n a raised to n minus 1 ആണ്. n ഇവിടെ എന്താണ്? 2 into a എന്താണ്? aയും 2 ആണ്. 2 raised to n minus 1. n 2 minus 1. അപ്പോൾ 2 into 2 raised to 2 minus 1 എന്താണ്? 1 is equal to 2 into 2 അല്ലേ? 4. ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. നമുക്കിനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതേ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി. ലിമിറ്റ് x tends to 2 x raised to 4 minus 16 divided by x minus 2. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 2 x raised to 4 minus 16 divided by x minus 2. ഇവിടെ നമ്മുടെ റിസൾട്ട് നമ്മളിവിടെ ബ്രാക്കറ്റിൽ എഴുതുക. ലിമിറ്റ് x tends to a x raised to n minus a raised to n divided by x minus a is equal to. ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ എന്തായാലും എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും നമ്മുടെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതിനൊപ്പം ഈ റിസൾട്ട് കൂടി എഴുതി വയ്ക്കുക. എന്നാലും നമ്മൾ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിച്ചു എന്നുള്ളത് നമ്മുടെ പേപ്പർ നോക്കുന്ന ഇൻവിജിലേറ്റേഴ്സിന് മനസ്സിലാവുള്ളൂ. ഇസിക്കട്ട് എന്താണ്? n a raised to n minus 1. ഇവിടെ നമ്മുടെ n എന്താണ്? 4 ആണ്. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 16 നമുക്ക് മാറ്റി എന്താക്കി എഴുതണം? ഒരു സം a raised to n ഫോമിലോട്ട് എഴുതണം.
16 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ? 2 2 4, 4 2 8, 8 2 16, അതായത് 2⁴. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് മാറ്റി എഴുതാം. ലിമിറ്റ് x ടെൻസ് ടു 2 x⁴ മൈനസ് 16 പകരം നമുക്ക് എന്ത് ചെയ്യാം 2⁴ ഡിവൈഡഡ് ബൈ x മൈനസ് 2. ഇനി നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാം. അതിന് മുമ്പായിട്ട് എന്താണ് ഇവിടെ n എന്താണ് 4 അല്ലേ? x⁻n മൈനസ് a⁻n n എന്താണ് 4 ആണ്. a എന്താണ് 2 ആണ് അല്ലേ? x ടെൻസ് ടു a എന്നാണ് നമ്മുടെ റിസൾട്ട്. ആ a എന്താണ് ഇവിടെ 2 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ആൻസർ എന്താണ്? ലിമിറ്റിന്റെ ആൻസർ na⁻n−1 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അത് കൊടുക്കുമ്പോൾ ഇവിടെ n-ന്റെ സ്ഥാനത്ത് എന്താണത് 4 ഇൻറ്റു a അല്ലേ? a എന്താണ് 2 2⁻n−1 4 - 1 എന്തായിരിക്കും 4 ഇൻറ്റു 2⁴ -1 എന്താണ് 3 4 ഇൻറ്റു 2³ എത്രയാണ് 8 4 ഇൻറ്റു 8 32. ആൻസർ കിട്ടിയാൽ വളരെ സിമ്പിൾ ആണ്. അടുത്ത ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ചെയ്യാം. ലിമിറ്റ് x ടെൻസ് ടു 4 x³ -64 ഡിവൈഡഡ് ബൈ x² -16. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ തന്ന ഫോമിലാണോ ഈ ക്വസ്റ്റ്യൻ ഉള്ളത്? ഇവിടെ x ടെൻസ് ടു a എന്നുള്ള എക്ക് വരെ ഇവിടെ 4 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് ഡിവൈഡഡ് ബൈ ഒരു x മൈനസ് a വേണം. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ആദ്യം എന്ത് ചെയ്യും? ഒന്ന് മാറ്റി എഴുതിയിട്ട് നമുക്ക് ഈ ഫോമിലോട്ട് എങ്ങാനും മാറ്റി എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 64 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? 8 ഇൻറ്റു 8 ആണല്ലേ 64. ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 8 എന്ന് പറഞ്ഞാൽ എന്താ 4 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 2. ഈ 2 2 ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 4 അഥവാ 64 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? 4³ ആണ്. 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ് നമ്മുടെ 64. ഇതിനെ ഒന്ന് മാറ്റി എഴുതി നോക്കാം. അതുപോലെ 16 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ 4² ആണല്ലേ? അങ്ങനെ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതി നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 4 x³ മൈനസ് 64 എന്താണ് 4³ ഡിവൈഡഡ് ബൈ x² മൈനസ് 4². അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഏത് ഫോമിലായിരിക്കണം? x⁻n മൈനസ് a⁻n ഡിവൈഡഡ് ബൈ x മൈനസ് a എന്ന് പറഞ്ഞ ഫോമിലായിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ x മൈനസ് a അഥവാ ഇവിടെ a എന്താണ് 4 ആണ്. x മൈനസ് a എന്ന് പറഞ്ഞ ടേം ഇല്ല, പകരം ഉള്ളത് x² മൈനസ് 4² ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിന് x മൈനസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ രണ്ടിടത്തും x മൈനസ് 4 ആണ് നമുക്ക് ആവശ്യം. ഇവിടെ നമുക്ക് x മൈനസ് 4 വേണം അല്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് x മൈനസ് 4 വേണം താഴെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും x മൈനസ് 4 കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്യും. രണ്ട് സൈഡിലും ന്യൂമറേറ്ററിൽ ചെയ്ത അതേ സംഭവം തന്നെ
ഡിനോമിനേറ്ററിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂവിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡിലും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് ക്യൂബ് മൈനസ് 4 ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4. നമ്മൾ പുതുതായിട്ട് ഒരു ടേമായിട്ട് എക്സ് മൈനസ് 4 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മൾ ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്തു. ഓൾ ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ് എക്സ് മൈനസ് 4. ഇപ്പം എന്തായി, നമുക്ക് ആവശ്യമുള്ള ഫോമിൽ ആയിട്ടില്ല. ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാം. നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ട് റിസൾട്ട് ഉണ്ടായിരുന്നു. ലിമിറ്റ് എഫ് ബൈ ജി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് ജി. എഫും ജിയും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ ഇതിനൊന്നായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഇതിനൊന്നായിട്ട് വേറൊരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താവും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് ക്യൂബ് മൈനസ് 4 ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4 ഓൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് x tends to 4 x square minus 4 square divided by x minus 4. നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മുടെ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ എ എന്താണ് 4 ആണ്, n എന്താണ് 3 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് n⁻n−1 അല്ലേ. n എന്താണ് നമുക്ക് 3 പവറാണ് നമ്മുടെ n ഇൻറ്റു എ എന്താണ് 4 n−1 3−1 ഡിവൈഡഡ് ബൈ നമ്മുടെ എന്തിൻ്റെ റിസൾട്ടാണ് ഇത്, ന്യൂമറേറ്ററിൻ്റെ ആൻസർ ആണ്. ഇനി ഡിനോമിനേറ്ററിൽ എന്താണ് n എന്തായിരിക്കും, n ഇവിടെ 2 ആണ്. 2 ഇൻറ്റു എ എന്താണ് 4 തന്നെയാണ് അല്ലേ. 4 ഇൻറ്റു n−1 n ഇവിടെ എന്താണ് 2 ആണ്. അപ്പോൾ 2−1 സോൾവ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു ഇവിടെ എ 4 ആണ്. 3 ഇൻറ്റു 4⁻³ - 1 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4⁻² - 4. സോൾവ് ചെയ്യുമ്പോൾ ഈ 4 സ്ക്വയറിലുള്ള ഒരു 4ഉം ഈ 4ഉം നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ് 3 ഇൻറ്റു 4 12 ഡിവൈഡഡ് ബൈ 2. ആൻസർ എന്താണ് 6. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്താ നമ്മൾ ചെയ്തത്, ഇവിടെ നമുക്ക് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ ടേം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആ x-4 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്യാണ്, ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കും. അങ്ങനെ ആൻസർ നമുക്ക് 6 കിട്ടും. ഇനി ഈ സെക്ഷനിൽ ഞാൻ സിമ്പിളായ ഒരു ഹോംവർക്കും കൂടി തരാം. ഹോംവർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതും കൂടി ചേർത്ത് എഴുതണം. വലിയ ഹോംവർക്ക് ഒന്നുമല്ല, സിമ്പിളാണ്. ലിമിറ്റ് x tends to 3 x cube minus 27 divided by x square minus 9. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് n ഓരോ സ്ഥലത്ത് എന്താണ്, ന്യൂമറേറ്ററിൽ n 3 ആണ്, 27 എന്ന് പറഞ്ഞാൽ ശരിക്കും 3 ക്യൂബ് ആണ്. അതുപോലെ ഡിനോമിനേറ്ററിൽ n 2 ആണ്, 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്, a എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കണം, x മൈനസ് a എന്ന് പറഞ്ഞ ടേം ഇല്ല. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, x-3 അഥവാ x-aക്ക് വരെ x-3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുക സം 27/6. ഒന്ന് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 9/2 എന്ന് എഴുതാം.
ഇതായിരിക്കും ആൻസർ കിട്ടുക. ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിന് ഇനി സോൾവ് ചെയ്യണ്ട. അപ്പോൾ ഇതും കൂടി നിങ്ങളുടെ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലിമിറ്റ്സ് ആണ് ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ്. ഇതിനകത്തും നമ്മൾ ഒരു റിസൾട്ട് പഠിക്കും. ആ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം റിസൾട്ട് എന്താണെന്ന് നോക്കാം. റിസൾട്ട് ആണ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1. അതായത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ട് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ കെ തീറ്റ ഡിവൈഡഡ് ബൈ കെ തീറ്റ ഈസ് ഈക്വൽ ടു 1. അതായത് ഇവിടെ സൈൻ തീറ്റ വന്നപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ തീറ്റ വരണം. എന്നാലേ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1 ആവുള്ളൂ. അതുപോലെ ഇവിടെ കെ തീറ്റ സൈൻ കെ തീറ്റ വരുമ്പോൾ ഡിനോമിനേറ്ററിൽ കെ തീറ്റ വരണം. എങ്കിലേ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ കെ തീറ്റ ബൈ കെ തീറ്റ ഈക്വൽ ടു 1 ആവുകയുള്ളൂ. ഇപ്പോൾ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ നോട്ട് ഈക്വൽ ടു 1 ആണ്. അത് 1 ആവൂല. കാരണം എന്താണ്, ഇവിടെ എം തീറ്റ വന്നെങ്കിൽ ഇത് ഈക്വൽ ടു 1 ആവണമെങ്കിൽ താഴെ എന്ത് വരണം, എം തന്നെ വരണം അല്ലേ. എം തീറ്റ എന്ന് വന്നാൽ മാത്രമേ ഇത് ഈക്വൽ ടു 1 ആവുള്ളൂ. അല്ലാത്ത കേസിൽ അത് 1 ഈക്വൽ ആവില്ല. അപ്പൊ എന്താണ്, ഈ സൈനിന്റെ കൂടെ ഉള്ള ആംഗിൾ എന്താണോ, അതായത് സൈനിന്റെ കെ തീറ്റ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ കെ തീറ്റ വരണം. അല്ല എം തീറ്റ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ എം തീറ്റ വരണം. തീറ്റ മാത്രമേ ഉള്ളൂവെങ്കിൽ സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും. അല്ലാത്ത കേസുകളിൽ അത് 1 ആവൂല. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, evaluate limit theta tends to 0 sin m theta divided by sin n theta. Question എന്താണ്, limit theta tends to 0 sin m theta divided by sin n theta. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ താഴെ സൈൻ എം തീറ്റ ഡിവൈഡഡ് ബൈ എം തീറ്റ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 1 കൊടുക്കായിരുന്നു. അതുപോലെ സൈൻ എൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ തീറ്റ ഉണ്ടായിരുന്നെങ്കിലും 1 കൊടുക്കായിരുന്നു. അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് സിംപ്ലിഫൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് നോക്കാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് നമുക്കറിയാം, ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യണം അത് തന്നെ ഡിനോമിനേറ്ററിലും ചെയ്യണം. അപ്പോൾ രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്, തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സൈൻ എം തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ നമ്മുടെ ന്യൂമറേറ്റർ ആണ്. ഓൾ ഡിവൈഡഡ് ബൈ സൈൻ എൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരുപോലെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ടോട്ടൽ ഇക്വേഷനിൽ വലിയ ചേഞ്ച് വരുത്തൂല. ഇനി എന്ത് ചെയ്യണം, ഇപ്പൊ നമുക്ക് നമ്മുടെ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ബൈ തീറ്റേനെ നമുക്ക് ഒരിക്കലും 1 എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ എം എന്ന് വന്നാൽ മാത്രമേ, സൈൻ എം തീറ്റ ബൈ എം തീറ്റ എന്ന് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിമിറ്റ് 1 ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഇതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ലിമിറ്റ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ. ഇവിടെ നമ്മൾ ഈ ലിമിറ്റ് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും എന്ത് ചെയ്ത് കൊടുത്തു, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു.
ഇനി നമുക്ക് ഇത് ഈക്വൽ ടു 1 എന്ന് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ മതി? ഇവിടെ ഒരു n വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈക്വൽ ടു 1 എഴുതാം. അതുപോലെ ഇവിടെ ഒരു m വന്നാൽ നമുക്ക് ഇത് ഈക്വൽ ടു 1 എഴുതാം. പക്ഷെ അങ്ങനെ വെറുതെ അങ്ങോട്ട് m n കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഇവിടെ m വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യുകയും കൂടി ചെയ്യണം. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും കൂടി ചെയ്യണം. സോ multiply and divide numerator with m and denominator with n. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം? ഈക്വൽ ടു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0. ന്യൂമറേറ്ററിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യും? m കൊണ്ട് അല്ലേ? m ഇൻറ്റു സൈൻ m തീറ്റ ഡിവൈഡഡ് ബൈ m തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ limit theta tends to 0. ന്യൂമറേറ്ററിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യേണ്ടത്? n കൊണ്ട്. n ഇൻറ്റു സൈൻ n തീറ്റ ഡിവൈഡഡ് ബൈ n തീറ്റ. n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ലിമിറ്റിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഈ m കോൺസ്റ്റന്റ് ആണ്. ഈ m നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതുപോലെ ഈ n കോൺസ്റ്റന്റ് ആണ്. n നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ m ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ m തീറ്റ ഡിവൈഡഡ് ബൈ m തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ നിന്ന് നമുക്ക് എന്തിനെ പുറത്തേക്ക് എടുക്കാം? n നെ പുറത്തേക്ക് എടുക്കാം. n ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ n തീറ്റ ഡിവൈഡഡ് ബൈ n തീറ്റ ഈസ് ഈക്വൽ ടു, ന്യൂമറേറ്ററിൽ എന്താണ്? m ഇൻറ്റു ഇതിന്റെ വാല്യൂ എന്താണ്? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ m തീറ്റ ബൈ m തീറ്റ വന്നാൽ 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ n തീറ്റ ബൈ n തീറ്റ 1. അപ്പൊ എന്തായി? m ഇൻറ്റു 1 m ഡിവൈഡഡ് ബൈ n. ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എങ്ങനെ ചെയ്തതെന്ന് ഓർമ്മ ഉണ്ടല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ശേഷം ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യും. പിന്നെ ന്യൂമറേറ്ററിൽ m കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. ഡിനോമിനേറ്ററിൽ n കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. പിന്നെ ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും. m നെ n നെയും പുറത്തോട്ട് എടുക്കും. അപ്പോൾ നമ്മുടെ റിസൾട്ടും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Question: limit x tends to 0 tan x divided by x. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ലിമിറ്റ് x tends to 0 sin x by x ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ആൻസർ?
1 ആയിരിക്കും. പക്ഷെ ഇവിടെ sin x അല്ല തന്നിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ആൻസർ എന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. This is equal to limit x tends to 0. tan x എന്താണ്? tan x equal to sin x by cos x. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. sin x by tan x ന് പകരം sin x by cos x whole divided by x. ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0 sin x by x cos x. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് അറേഞ്ച് ചെയ്തെഴുതാം. ലിമിറ്റ് x tends to 0 sin x by x into 1 by cos x. എങ്ങനെ ഒന്ന് മനസ്സിലായല്ലോ. എക്സ് കോസ് എക്സിന് നമ്മൾ രണ്ടെണ്ണമായിട്ട് എഴുതാണ്. ഒന്ന് സൈൻ എക്സ് ബൈ എക്സ്, ഇതിനൊന്നായിട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതി, പിന്നെ ഇൻറ്റു 1 ബൈ കോസ് എക്സ്. മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ എത്തും. സൈൻ എക്സ് ഇൻറ്റു 1 സൈൻ എക്സ്, എക്സ് ഇൻറ്റു കോസ് എക്സ് എക്സ് കോസ് എക്സ്. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്കറിയാം ലിമിറ്റ് എഫ് ജി ഈസ് ഈക്വൽ ടു, രണ്ട് ഫംഗ്ഷൻ എഫും ജിയും ഉണ്ടെങ്കിൽ ലിമിറ്റ് എഫ് ജി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഇൻറ്റു ലിമിറ്റ് ജി. ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. ഇതിന് എന്താ പറയാ, സൈൻ എക്സ് ബൈ എക്സിന് ഒരു ഫംഗ്ഷൻ ആയിട്ടും 1 ബൈ കോസ് എക്സിനെ ഒരു ഫംഗ്ഷൻ ആയിട്ടും നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ എന്തായിരിക്കും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് into limit x tends to 0 1 by cos x. limit x tends to 0 sin x by x എന്താണ് നമ്മുടെ റിസൾട്ട് പ്രകാരം 1 into limit x tends to 0 1 by cos x. അപ്പോൾ x നമുക്ക് 0 എന്ന് കൊടുത്തു നോക്കാം. 1 by cos 0 എന്ന് വരും. cos 0 എന്താണ്? cos 0 is equal to 1. അപ്പോൾ എന്തായിരിക്കും, 1 into 1 by 1 is equal to 1. സിമ്പിൾ ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്തത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x by x ആണ് നമുക്ക് കാണാനുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, tan എക്സിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് sin x by cos x, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോമാണ്. tan x equal to sin x by cos x എന്ന് എഴുതും, ഡിവൈഡഡ് ബൈ x. ഈ സ്റ്റെപ്പിൽ എക്സ് എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ശരിക്കും വന്നത്, സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആണ്. ഡിവൈഡഡ് ബൈ എക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഹരിക്കണം എക്സ്. ഇങ്ങനെ നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. ഹരിക്കണം എന്ന് വരികയാണെങ്കിൽ, ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഈക്വൽ ടു sin x by cos x റെസിപ്രോക്കൽ, മലയാളത്തിൽ എന്താ വിൽക്രമം എന്ന് പറയും. വിൽക്രമട്ട് ഗുണിച്ചാൽ മതി എന്ന് പറയും. ഗുണിക്കണം, എക്സിന്റെ റെസിപ്രോക്കൽ എന്താണ്, 1 by x is equal to sin x into 1 sin x divided by cos x into x x cos x. അങ്ങനെയാണ് ഈ സ്റ്റെപ്പിലോട്ട് വന്നത് ഒറ്റയടിക്ക്. അങ്ങനെ sin x by cos x all divided by x equal to sin x by x cos x. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാണ്. sin x by x നെ ഒരുമിച്ച് എഴുതും, 1 by cos x നെ മാറ്റി എഴുതും, ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യും. പിന്നെ x 0 എടുക്കുമ്പോൾ 1 by cos x എങ്ങോട്ടാ അടുക്കുക നോക്കും. x 0 എടുക്കുമ്പോൾ cos 0 1 ആണ്. സോ ഇതിന് നമ്മൾ 1 തന്നെ കൊടുക്കും. അതുപോലെ ഇത് നമ്മുടെ റിസൾട്ട് പ്രകാരം ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x 1 ആണ്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
limit theta tends to 0, sin 4 theta plus sin 2 theta sin 2 theta divided by 6 theta. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് ബൈ 6 തീറ്റയാണ്. അപ്പൊ ഈ 6 ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ 1/6 6 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 6 തീറ്റ എന്ന് വരുമ്പോൾ അതെന്താണ് 1/6 ആണ് ടോട്ടലായിട്ട് നോക്കുമ്പോൾ. അപ്പൊ ഈ 1/6 നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. 1/6 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 theta plus sin 2 theta whole divided by theta. 1/6 പുറത്തെടുത്ത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ബൈ 6 തീറ്റ മൊത്തത്തിലാണ്. അപ്പോൾ 1/6 ഒരു കോമൺ ഫാക്ടർ ആയതുകൊണ്ട് നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനൊന്ന് സ്പ്ലിറ്റ് എഴുതാം. 1/6 into limit theta tends to 0 sin 4 theta divided by theta plus sin 2 theta divided by theta. ഇനി നമുക്ക് ലിമിറ്റിന് എന്ത് ചെയ്ത് കൊടുക്കാം, സ്പ്ലിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1/6 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ പ്ലസ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin 2 theta divided by theta. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇവിടെ 4 എന്ന് വേണം അല്ലേ. sin 4 theta by 4 theta ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, sin theta tends to 0 sin 4 theta by 4 theta equal to 1 കൊടുക്കാം. അതുപോലെ അതായത് sin limit theta tends to 0 sin m theta by m theta equal to 1 നമ്മൾ പഠിച്ച റിസൾട്ടാണ്. അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ എന്തുകൂടി വേണം, ഇവിടെ sin 4 theta ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 4 theta എന്ന് വേണം. അതുപോലെ അവിടെ sin 2 theta ആയതുകൊണ്ട് നമുക്ക് താഴെ എന്ത് വേണം, 2 theta എന്ന് വേണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, അത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് ആ സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് വിത്ത് 4 and 2 respectively. അപ്പോൾ എന്തായിരിക്കും, 1/6 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0. ഇവിടെ എന്തുകൊണ്ടാണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. 4 ഇൻറ്റു സൈൻ 4 തീറ്റ ഡിവൈഡഡ് ബൈ 4 തീറ്റ പ്ലസ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 2 ഇൻറ്റു ഇവിടെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. 2 ഇൻറ്റു സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 തീറ്റ. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1/6 ഇൻറ്റു ഇവിടെ ഇതിനെ നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം അല്ലേ. നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ ആണ് ഈ സൈൻ 4 തീറ്റ ബൈ 4 തീറ്റ, അതുപോലെ സൈൻ 2 തീറ്റ ബൈ 2 തീറ്റ. അപ്പോൾ നമ്മൾ ഈ 4നെ പുറത്തേക്ക് എടുക്കാം. 4 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ
ഡിവൈഡഡ് ബൈ 4 തീറ്റ പ്ലസ് ഇവിടെ നിന്ന് ഏതാവും പുറത്തേക്ക് എടുക്കുക 2 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 തീറ്റ. അപ്പോൾ എന്തായി 1/6 ഇൻറ്റു 4 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 4 തീറ്റ ബൈ 4 തീറ്റ എന്താണ് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു സൈൻ തീറ്റ ടെൻസ് ടു 0 സൈൻ 2 തീറ്റ ബൈ 2 തീറ്റ again 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/6 ഇൻറ്റു 4 ഇൻറ്റു 1 4 പ്ലസ് 2 ഇൻറ്റു 1 2 4 പ്ലസ് 2 ഇസിക്കൽ എന്താണ് 1/6 ഇൻറ്റു 4 പ്ലസ് 2 എന്താണ് 6 ഇസിക്കൽ ടു 1. അപ്പോൾ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, കോമൺ ആയിട്ടുള്ള 6നെ 1/6 പുറത്തേക്ക് എടുത്തു. ഡിനോമിനേറ്ററിൽ 6 വരുമ്പോൾ അത് എന്താണ് 1/6 ആയിരിക്കും. അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് ലിമിറ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഒരു തന്ന ഫ്രാക്ഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ശേഷം നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, നമുക്കിവിടെ ഇല്ലാത്ത 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ ലിമിറ്റ് നമ്മുടെ റിസൾട്ട് യൂസ് ചെയ്ത് ജസ്റ്റ് അങ്ങ് ചെയ്യും. ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിലൊരു ചെറിയ റീഅറേഞ്ച്മെന്റ് ഒക്കെ നടത്താണ് ചെയ്യുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. നമ്മൾ ഈ ഫംഗ്ഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. സൈൻ 3 തീറ്റ ബൈ തീറ്റ എന്നുള്ളത് ഒരുമിച്ചും കോസ് തീറ്റ എന്നുള്ളത് വേറൊന്നുമായിട്ട് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ. ഇതൊരു സെക്ഷനും ഇതടുത്ത സെക്ഷനായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിമിറ്റ് കാണണമെങ്കിൽ നമ്മുടെ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇവിടെ ഒരു 3 വേണമല്ലേ. ഇവിടെ 3 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ വിത്ത് 3. ഇത് ഡിനോമിനേറ്ററിൽ തന്നെ എഴുതണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കി DR എന്നും ന്യൂമറേറ്ററിനെ ഷോർട്ടാക്കി NR എന്ന് എഴുതിയതാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 അവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ, 3 ഇൻറ്റു സൈൻ 3 തീറ്റ ഡിവൈഡഡ് ബൈ 3 തീറ്റ ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ. ഇനി ഇതിന് എന്ത് ചെയ്യാം, 3നെ പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്താണ്, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ, ഈ 3 പുറത്ത് പോയി, സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ ഇൻറ്റു ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ. കോസ് 0 എന്താണ്, തീറ്റയ്ക്ക് നമ്മൾ 0 എന്ന് കൊടുക്കും. കോസ് 0 1 ആണ്. അപ്പോൾ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആൻസർ എന്തായിരിക്കും, 3 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, സൈൻ തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ 1 അല്ലേ, ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 3.